നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനമാണ് മയിൽ. ഏവർക്കും അറിയുന്നതാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം മയിലാണെന്നുള്ള കാര്യം. അപ്പോൾ അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ തിരുമുടിയിൽ മയിൽപീലിയാണ് അലങ്കാരമായി ചാർത്തുന്നത്. മയിൽപീലിയും ഓടക്കുഴലും മാത്രം മതി ഭക്തർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യം അനുഭവപ്പെടാൻ. മയിൽപീലി ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് മനസ്സിൽ ഓർക്കുമ്പോൾ ആദ്യമേ ഓടക്കുഴലും മയിൽപീലിയുമാണ് ഏതൊരു മനുഷ്യൻ്റെയും ഏതൊരു ഭക്തരുടെയും മനസ്സിൽ ആദ്യം നിറയുന്നത്. ഭഗവാൻ ആ ഓടക്കുഴലും മയിൽപീലിയും പിടിച്ചു നിൽക്കുന്ന ആ രൂപമാണ് ഏവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത്. സാധാരണ മയിൽ എന്ന് പറയുമ്പോൾ ആൺമയിലിനെയാണ് ഓർമ്മ വരിക. എന്നാൽ ആൺമയിലിനും അതുപോലെ തന്നെ പെൺമയിലിനും രൂപത്തിൽ കാര്യമായ വ്യത്യാസവും ഉണ്ട്. ആൺമയിലുകൾക്കാണ് ഇടതൂർന്ന നീണ്ട പീലികൾ ഉള്ളത്. അതുപോലെ തന്നെ പെൺമയിലുകൾക്കാകട്ടെ നീണ്ട പീലി ഇല്ല എന്നൊരു പ്രത്യേകതയുമുണ്ട്. അതുപോലെ തന്നെ പൊതുവെ മയിലുകളെ ഭാരതത്തിലും ആഫ്രിക്കയിലുമാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇപ്പോൾ എല്ലാ ദേശത്തുമുണ്ട്. പണ്ടൊക്കെ മൃഗശാലയിൽ പോകണമായിരുന്നു ഇതുപോലുള്ളത് നമ്മൾ കാണണം, അല്ലെങ്കിൽ നമ്മൾ ചിത്രങ്ങളിലൊക്കെ ആയിരുന്നു കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ നാട്ടുമ്പുറത്തേക്കും ഇതുപോലെ മയിലുകൾ ധാരാളമായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏത് വീടിൻ്റെയും പുറത്ത് യാത്ര ചെയ്ത് നമ്മൾ പോകുമ്പോൾ കാണാം വീട്ടിൻ്റെ മുകളിലൊക്കെ മയിലുകൾ ഇരിക്കുന്നത്. കാരണം ഇത് ഇപ്പോൾ കാട്ടിലുള്ള ഒരു പ്രശ്നങ്ങൾ കാരണം ഇത് നാട്ടിലേക്കൊക്കെ വരികയും അതിനെ ഉപദ്രവിച്ചാൽ അത് കേസും പ്രശ്നങ്ങളുമാണ്. കാരണം ഭഗവാന്റെ വാഹനമാണ്, അതുകൊണ്ട് തന്നെ ആരും അതിനെ ഉപദ്രവിക്കാറും ഇല്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. അപ്പോൾ ഈ മയിൽപീലി അത് ഏവർക്കും വളരെയേറെ ഇഷ്ടമുള്ള കാര്യമാണ്. മയിൽപീലി ക്ഷേത്രങ്ങളിലൊക്കെ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ മയിൽപീലി ധാരാളം ആളുകൾ വാങ്ങാറുണ്ട്. ഒരു മയിൽപീലി മതി ജീവിതത്തിൽ സമ്പത്ത് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ മയിൽപീലി കൊണ്ട് ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരുന്നത് എങ്ങനെയെന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മയിൽപീലി കാണാൻ വളരെ ഇമ്പമുള്ളതും ഏവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു കാര്യമാണ് മയിൽപീലി. പണ്ടൊക്കെ നമ്മൾ ബുക്കുകളിൽ മയിൽപീലി സൂക്ഷിച്ചു മാനം കാണാതെ വെച്ചാൽ അത് വിരിയും എന്നൊക്കെയുള്ള ചില കഥകൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലത്തിൻ്റെ ഓരോ ഓർമ്മകളാണ് അതൊക്കെ. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഉറങ്ങുന്ന തലയിണയുടെ അടിയിൽ മയിൽപീലി വയ്ക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരുമെന്നതാണ്. അത് എത്ര പേർക്കറിയാം? എല്ലാവരും കൊണ്ടുവന്ന് ഭവനത്തിൽ ഒരു ഭംഗിക്ക് വേണ്ടിയൊക്കെ സ്വീകരണ മുറിയിൽ വെക്കാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, സമ്പത്തും ഭാഗ്യവും വരുന്നതിനായി ഉറങ്ങുന്ന തലയിണയുടെ അടിയിൽ മയിൽപീലി സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ പോസിറ്റീവ് എനർജി നമ്മൾക്ക് ലഭിക്കുകയും ചെയ്യും. ഉറങ്ങുന്ന തലയിണയുടെ അടിയിൽ, അതായത് നമ്മൾ ഉറങ്ങുന്ന നമ്മുടെ ബെഡ്റൂമിൽ ഇത് തലയിണയുടെ അടിയിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ കിടക്കുന്ന രാത്രിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഉറക്കം ലഭിച്ചാൽ മാത്രമേ ദുസ്വപ്നങ്ങളും അങ്ങനെയുള്ള ബാഡ് ഡ്രീംസ് ഒന്നും കാണാതെ സുന്ദരമായ ഒരു നിദ്ര നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ചുറ്റുപാട് പോസിറ്റീവ് ആകാൻ മയിൽപീലി സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തലയിണയുടെ അടിയിൽ ഇത് വയ്ക്കുന്നത് മുഖേന ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാകാൻ കൂടി ഇത് സഹായിക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ആളുകൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി 2 മയിൽപീലികൾ ബെഡ്റൂമിൽ വയ്ക്കുന്നതും വളരെ ഉത്തമമായ കാര്യമാണ്. അത് മുഖേന അങ്ങനെ ചെയ്യുന്നത് മൂലം ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമ്മൾക്ക് തടയാനും അതിനൊരു തടയിടാനും സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ മയിൽപീലി ഭവനത്തിൽ സൂക്ഷിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് വാസ്തുശാസ്ത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഏറെ ഇഷ്ടമുള്ളതാണ് മയിൽപീലി. ഭഗവാന്റെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനമാണ്. അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ നെറുകയിൽ ചൂടുന്നതാണ് മയിൽപീലി. അപ്പോൾ അത്രത്തോളം പവിത്രമുള്ള ഒരു ഒരു പക്ഷിയാണ് മയിൽ. അതിൻ്റെ ആ തൂവൽ, അത് മയിൽപീലി, അത് ഭവനത്തിൽ വെക്കുമ്പോൾ അത്രത്തോളം ഐശ്വര്യം ഉണ്ടാകത്തുള്ളത്. വാസ്തുശാസ്ത്രവും അതിനെപ്പറ്റി സത്യമാണെന്നത് സൂചിപ്പിക്കുന്നതുമുണ്ട്. അതുപോലെ സ്വീകരണ മുറിയിൽ കിഴക്ക് വശത്തായി മയിൽപീലി വയ്ക്കുന്നത് ഏറെ ഗുണകരമാണ്. പുറത്തൊക്കെ പോകുമ്പോൾ ക്ഷേത്ര പരിസരത്തിലൊക്കെ മയിൽപീലി വിൽക്കുന്നുണ്ട്. അത് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഭവനത്തിൽ കൊണ്ടുവന്ന് എവിടെയെങ്കിലും വെക്കുകയല്ല വേണ്ടുന്നത്. അത് സ്വീകരണ മുറിയിൽ കിഴക്ക് വശത്തായി വേണം വെക്കാനായിട്ട്. അത് വെക്കുന്നതിനും വാസ്തുശാസ്ത്രപരമായി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എവിടെ സ്ഥാപിക്കുന്നത്, ആ സ്ഥാപിക്കുന്നത് മുഖേനയാണ് നമ്മൾക്ക് ഫലം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്ന് മയിൽപീലി വെക്കുന്നതിന് കിഴക്ക് വശമാണ്, സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്തായി മയിൽപീലി വെക്കുന്നതാണ് ഏറെ ഗുണകരമായത്. അത് ഇങ്ങനെ വെക്കുന്നത് മുഖേന വേറൊരു കാര്യവുമുണ്ട്. പാമ്പ്,
അതുപോലെ തന്നെ ഈ ഹിംസ്ര ജന്തുക്കളൊക്കെ ഭവനത്തിലേക്ക് വരുന്നതിനെയും കൂടി ഇങ്ങനെ മയിൽപ്പീലി വെക്കുന്നത് മുഖേന തടയാനായി സാധിക്കും. കാരണം ഇഴജന്തുക്കൾക്കൊക്കെ ഏറ്റവും പേടിയുള്ള ഒരു പക്ഷിയാണല്ലോ സാക്ഷാൽ മയിൽ. അപ്പോൾ ഇഴജന്തുക്കളായ മറ്റ് ഹിംസ്ര ജന്തുക്കൾ, മനുഷ്യന് ദോഷം വരുന്നതായിട്ടുള്ള ഇഴജന്തുക്കളൊക്കെ ഭവനത്തിലേക്ക് വരുന്നതിനെയും ഇത് തടസ്സപ്പെടുത്തും. കാരണം അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഭവനത്തിലേക്കും അംഗങ്ങളിലേക്കും വരാതിരിക്കാനും ബാധിക്കാതിരിക്കാനും ഇത് ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട്. ചില ക്ഷേത്രങ്ങളിലൊക്കെ ഭക്തർ മയിൽപ്പീലി, അതായത് കൃഷ്ണൻ്റെ ക്ഷേത്രങ്ങളിലാകട്ടെ അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ മയിൽപ്പീലി നമ്മൾ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ സ്വീകരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഭക്തർ നൽകുന്ന മയിൽപ്പീലിയൊന്നും ക്ഷേത്രങ്ങളിൽ സ്വീകരിക്കാറില്ല. അതുപോലെ തന്നെ ഭാരതത്തിലെ വീടുകളിൽ ചില നിയമം അനുസരിച്ച് ഇതുപോലെ മയില് വന്ന് മയിലിനെ വളർത്തുന്നത് ദോഷമാണ്, അല്ലെങ്കിൽ അത് വളർത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഇവ സ്വയം പറന്നു വരികയാണെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും ചെന്ന് മുട്ട എടുത്ത് വിരിയിക്കുന്നത് അങ്ങനെയല്ല, സ്വയം ഇത് നമ്മുടെ ഭവനത്തിലേക്ക് വരികയും നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങ് നമ്മൾ പറയുന്നില്ല, ഇതിപ്പം വീട്ടിൽ വന്ന് തമ്പടിച്ച് ഇനി എങ്ങും പോകുന്നില്ല എന്ന ലക്ഷണം, അങ്ങനെയൊക്കെ പുറത്തു നിന്ന് വന്ന് പല പക്ഷികളും നമ്മുടെ ഭവനത്തിൽ വളരാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ മയിലും നമ്മുടെ വീട്ടിൽ വന്ന് എങ്ങും പോകാതെ നമ്മളോടൊപ്പം തന്നെ ആ ഭവനത്തിൽ വസിക്കുകയാണെങ്കിൽ അത് ഐശ്വര്യം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ശത്രുനാശം, നമ്മളുടെ ശത്രുക്കളെ നശിപ്പിക്കുന്നതിനുള്ള ശക്തി ഇങ്ങനെ മയിൽ വന്ന് നമ്മുടെ ഭവനത്തിൽ വസിക്കുന്നത് മുഖേന ഉണ്ടാവുകയും ചെയ്യും. മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാണ്. അതുകൊണ്ട് തന്നെ യാത്ര പുറപ്പെടുമ്പോൾ മയിലിനെ കാണുകയാണെങ്കിൽ പോകുന്ന കാര്യം വിജയിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ദേശീയ പക്ഷി ആയതുകൊണ്ട് തന്നെയല്ല, ഇതൊരു ദേവപക്ഷിയാണ്. ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിക്കും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനുമൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട അവരുടെ വാഹനമായ പക്ഷിയാണ്. കാരണം നമ്മൾ ആരാധിച്ചു പോരുന്ന ഒരു പക്ഷിയാണ്. അതിനെ കണ്ടുകൊണ്ട് ഒരു യാത്രയ്ക്ക്, അതായത് എക്സാം ആയാലും എങ്ങനെയുള്ള കാര്യത്തിനായാലും പുറപ്പെടുമ്പോൾ ആ കാര്യം ശുഭകരമായി പര്യവസാനിക്കും എന്ന് തന്നെയാണ് അത് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെയാണ് രാത്രിയിൽ നമ്മൾ സ്വപ്നത്തിൽ മയിലിനെ സ്വപ്നം കാണുന്നതും നമുക്ക് ഭവനത്തിൽ ഒരു മംഗളകർമ്മം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മംഗളകരമായ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. അതുപോലെ തന്നെ കാശിയിലൊരു കാലഭൈരവ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ ദർശനം നടത്തുന്ന ഭക്തർ അവരുടെ ശരീരത്തിൽ പൂജാരി മയിൽപ്പീലി കൊണ്ടാണ് തട്ടുകയും ഉഴിയുകയും ചെയ്യുന്നത്. കാരണം അവരുടെ ദോഷത്തെ, പ്രാർത്ഥനാ വേളയിൽ നമ്മുടെ ദോഷത്തെ, ശരീരത്തിലുള്ള ദോഷത്തെയാണ് ആ മയിൽപ്പീലി കൊണ്ട് തട്ടി ഉഴിഞ്ഞു മാറ്റുന്നത്. അപ്പോൾ എല്ലാ ദുരിതങ്ങളും ആ ഉഴിയലിലൂടെ തന്നെ മാറുമെന്നാണ് വിശ്വാസം. അപ്പോൾ അത്രത്തോളം ശക്തിയുള്ള ഒരു ദേവപക്ഷിയാണ് മയിൽ. അതുപോലെ അതിൻ്റെ പീലിയും അത്രത്തോളം തന്നെ ശക്തിയുള്ളതും പവിത്രവും അതേപോലെ തന്നെ ശ്രേഷ്ഠവുമാണ്. അതുകൊണ്ട് തന്നെ മയിൽപ്പീലിയെ അത്രത്തോളം ഭക്തിയോടെ, അത്രത്തോളം ദേവപക്ഷിയായ മയിലിൻ്റെ പീലി അത്രത്തോളം പൂജിക്കുകയും പവിത്രമായി നമ്മൾ ഭവനത്തിൽ സൂക്ഷിക്കേണ്ടതും വളരെ ഗുണകരമായ ഫലങ്ങൾ നൽകുന്നതാണ്. വാസ്തുശാസ്ത്രവും അത് ശരിവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മയിൽപ്പീലി വാങ്ങിക്കുമ്പോൾ അലക്ഷ്യമായി ഇടാനോ അത് താഴെ കിടന്ന് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയത്ത് ചവിട്ടുകയൊക്കെ ചെയ്താൽ അത് ദോഷമായി ഭവിക്കും. അതുകൊണ്ട് ഏവരുടെ വീട്ടിലും മയിൽപ്പീലി ഉള്ളവർ അത് സൂക്ഷിച്ച് വെക്കുവാൻ വേണ്ടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമസ്കാരം.